കാൽനൂറ്റാണ്ടിലേറെ കാലം സിറിയ അടക്കി ഭരിച്ച ബഷാറുൽ അസദ് ഭരണകൂടത്തെ താഴെയിറക്കി ഹയാത്ത് തഹ്രീർ അൽ ഷാം വിമതസേന രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുത്തതോടെ ഏറ്റവും ഭീകരമായ വാർത്തകൾ പുറത്തുവരുന്നത് സിറിയയിലെ ജയിലുകളിൽ നിന്നാണ്. ജയിലുകൾ കയ്യേറിയ വിമതർ ബഷാറുൽ അസദും പിതാവ് ഹഫീസ് അൽ അസദും തടവിലാക്കിയ ആയിരക്കണക്കിന് ആളുകളെയാണ് മോചിപ്പിച്ചത്. മനുഷ്യരുടെ അറവുശാലയായി കുപ്രസിദ്ധി നേടിയ സദ്നായ ജയിലിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ടവർക്ക് പറയാനുള്ളത് ലോകത്തെ നടുക്കുന്ന കൊടും ക്രൂരതകളുടെ കഥകളാണ്. പേരിനു പകരം പലർക്കും ഓർമ്മയുള്ളത് തടവുകാരുടെ നമ്പറാണ്. കണ്ണാടി ഇല്ലാതിരുന്നതിനാൽ പലരും സ്വന്തം മുഖച്ഛായ പോലും മറന്നു. ഇതുവരെ ഒരു ചിത്രം പോലും പുറത്തു വന്നിട്ടില്ലാത്ത നൂറുകണക്കിന് രഹസ്യ അറകളുണ്ടെന്ന് പറയപ്പെടുന്ന ആ കുപ്രസിദ്ധ തടവറയിൽ ആരൊക്കെ എവിടെയൊക്കെ സ്വയം മറന്ന് ജീവിതം തള്ളി നീക്കുന്നുണ്ടെന്ന് ഇപ്പോഴും ഒരു പിടിത്തവുമില്ല. ഇത്രമാത്രം മനസ്സ് മരവിച്ചവരായി പുറത്തുവരാൻ മാത്രം സദ്നായ അവരെ എങ്ങനെയാണ് മാറ്റിയെടുത്തത്? സദ്നായ എങ്ങനെ ഭൂമിയിലെ നരകമായി മാറി? ബ്ലാക്ക് ഹോൾ എന്നും മനുഷ്യന്റെ അറവുശാലയെന്നുമാണ് ഈ ഇരുണ്ട തടവറയെ വിളിച്ചിരുന്നത്. 2017 മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലാണ് സദ്നായയെ കുറിച്ചുള്ള റിപ്പോർട്ടിന് ഈ തലക്കെട്ട് നൽകിയത്. 1980 സ്ഥാപിതമായ ഈ കുപ്രസിദ്ധ ജയിൽ സിറിയൻ തലസ്ഥാനമായ ദമസ്കസിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ശക്തമായ സുരക്ഷയാണ് ഈ കെട്ടിടത്തിനുള്ളത്. റെഡ് ബിൽഡിംഗ്, വൈറ്റ് ബിൽഡിംഗ് എന്നിങ്ങനെ 2 തടങ്കൽ പാളയങ്ങളുള്ള ഈ ജയിലിൽ ഏകദേശം 30,000 ആളുകളെ പാർപ്പിക്കാനുള്ള ശേഷിയുണ്ട്. രാഷ്ട്രീയ എതിരാളികൾ, ആക്ടിവിസ്റ്റുകൾ, അസദ് കുടുംബത്തെ ചോദ്യം ചെയ്തവർ, ഭരണകൂടത്തോട് വിശ്വാസക്കുറവ് കാണിക്കുന്ന സൈനികർ തുടങ്ങി നിരവധി പേരെയാണ് ഈ കുപ്രസിദ്ധ ജയിലിൽ അടച്ചിരുന്നത്. പതിറ്റാണ്ടുകളായി സിറിയൻ മിലിറ്ററി പോലീസും മിലിറ്ററി ഇന്റലിജൻസും ചേർന്നാണ് സദ്നായ ഭരിച്ചിരുന്നത്. ബേസ്മെന്റുകളും രഹസ്യ അറകളും രഹസ്യവാതിലുകളും തുരങ്കങ്ങളും തുടങ്ങി എന്തൊക്കെയുണ്ടെന്ന് കണ്ടുപിടിക്കാനാകാത്ത വിധത്തിലാണ് ജയിലിന്റെ നിർമ്മാണം. 2011 2016 ഇടയിൽ മാത്രം 13,000 സിറിയക്കാർ വിചാരണ കൂടാതെ സദ്നായയിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ആംനസ്റ്റി കണക്ക്. സദ്നായയിലെ കൊടും ക്രൂരതകൾ പുറത്തുവരുമ്പോൾ ജയിലിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഉപകരണം ഹ്യൂമൻ പ്രസ് അഥവാ ഹൈഡ്രോളിക് പ്രസ് ആണെന്ന് പുറത്തുവന്ന തടവുകാർ പറയുന്നു. ആയിരങ്ങളെ എളുപ്പത്തിൽ കൊന്നുതള്ളാൻ അസദ് ഭരണകൂടം വികസിപ്പിച്ചെടുത്ത ഉപകരണമാണിത്. മനുഷ്യരെ കൊലപ്പെടുത്തിയ ശേഷം ഈ പ്രസ്സിലിട്ട് അമർത്തും. കട്ടിയുള്ള ഇരുമ്പിന്റെ പ്രസ്സിനടിയിൽ ശരീരം അമർന്ന് ഒരു ഷീറ്റ് കണക്കെയായിത്തീരും. ശരീരത്തിലെ സ്രവങ്ങളെല്ലാം ഒലിച്ചു പോകാനുള്ള ഡ്രൈനേജും അവിടെയുണ്ട്. ബാക്കിയാവുന്ന മനുഷ്യ ഷീറ്റ് കത്തിച്ചു കളയുകയാണ് ചെയ്തിരുന്നുവെന്നും പുറത്തുവന്നവർ വെളിപ്പെടുത്തി. മാത്രമല്ല 1 മീറ്റർ ഉയരത്തിലുള്ള 20-ൽ കൂടുതൽ കൊലക്കയറുകൾ വൈറ്റ് ബിൽഡിംഗിന്റെ വധശിക്ഷ നടപ്പിലാക്കുന്ന മുറിയിലുണ്ടായിരുന്നു. 100ഓളം തടവുകാരെയാണ് ദിവസവും വധശിക്ഷ നടപ്പാക്കാനായി കൊണ്ടുപോയിരുന്നതെന്നും കൊല്ലുന്നതിനു മുമ്പ് അതിക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നും രക്ഷപ്പെട്ടവർ പറയുന്നു. സഹതടവുകാരെ ദേഹോദ്രവമേൽപ്പിക്കുമ്പോൾ അവർ അലറി വിളിക്കുന്ന ശബ്ദം റെക്കോർഡ് ചെയ്ത് തങ്ങളെ കേൾപ്പിക്കുമായിരുന്നു. സ്ത്രീകളെ പീഡിപ്പിക്കാൻ ബന്ധുക്കളായ തടവുകാരെ നിർബന്ധിച്ചു. ഇല്ലെങ്കിൽ അവരെയും മർദ്ദിക്കുമെന്നും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നതായും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയവർ പറഞ്ഞു. ഇനിയും രക്ഷിക്കാനാവാത്ത തടവുകാർ ബേസ്മെന്റിലെ രഹസ്യമുറികളിലുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. രഹസ്യമുറികളുടെ ഇലക്ട്രിക് വാതിലുകൾ തുറക്കാനുള്ള കോഡ് അവിടത്തെ ജയിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. വാതിലുകൾ തുറക്കാനുള്ള കോഡുകൾ വിമത സൈനികർക്ക് കൈമാറണമെന്ന് ദമസ്കസ് ഗവർണറേറ്റ് കഴിഞ്ഞ ദിവസം അസദ് ഭരണകൂടത്തിലെ മുൻ സൈനികരോടും ജയിൽ ജീവനക്കാരോടും സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. ഒരു ഊഹം പോലുമില്ലാത്ത രഹസ്യ അറകളിൽ ഇപ്പോഴും വെളിച്ചം കാത്ത് മനുഷ്യർ കിടപ്പുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.